ഇതൊരു കഥയല്ല. ആയിട്ട് കുറേ ആൾക്കാർ തുള്ളിത്തുള്ളി ഇങ്ങനെ താപ്പോട്ട് ആ പാറയുടെ പുറത്തൂടെ നേരെ കുത്തനെ താപ്പോട്ട് വരും. ഇതൊരിക്കലും മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നതല്ല. മനുഷ്യനെ കൊണ്ടല്ല, ഒരു മൃഗത്തിന് പോലും ആ പാറയുടെ പുറത്തൂടെ കുത്തനെ ഇറങ്ങാൻ പറ്റില്ല. ആ പ്രദേശങ്ങളിൽ റബ്ബർ കുറവാണ്. അപ്പോൾ റബ്ബർ കുറവായതുകൊണ്ട് വ്യക്തമായി കാണാം അവർ ഭീതിയിലാണ്. ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് താപ്പോട്ടിറങ്ങി വരുന്നത് കണ്ടു. അത് വീണ്ടും നേരെ അല്പം കിഴക്കോട്ട് വന്നിട്ട് വടക്കോട്ട് മാറി ആറ്റിലിറങ്ങി പിന്നെ ഇതിനെ കണ്ടിട്ടില്ല. അവിടെ അപ്രത്യക്ഷം. അപ്പോൾ 1000-ങ്ങളോ 10,000-ങ്ങളോ അല്ല, അതിൽ കൂടുതലുണ്ടായിരുന്നു. ഞാനതൊരു മനുഷ്യനല്ലായിരുന്നു. അത്ഭുതങ്ങളുണ്ട് ആ പാറയ്ക്ക്. വേറെയും എനിക്കറിയപ്പെടാത്ത കുറേ അതിശയങ്ങൾ അവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. എല്ലാം എനിക്കറിയില്ല. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ രാജൻ സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം സാറ് നമ്മളോട് ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. സാറിൻ്റെ ചെറുപ്പകാലത്ത് സാറ് പറയാത്ത എന്തെങ്കിലും കഥകളോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ? അതായത് അനുഭവ കഥകൾ. എൻ്റെ ചെറുപ്പകാലത്ത് ചില അനുഭവങ്ങളുണ്ട്. അത് എൻ്റെ മാത്രം അനുഭവമല്ല. ഞാനൊരു ചെറിയ ഇവിടെ അടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു എൻ്റെ ബാല്യകാലം. ആ ബാല്യകാലത്തിൽ ആ നാട്ടിലെ മുഴുവൻ ആൾക്കാരും, ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാർ മുഴുവൻ കണ്ട ഒരു കഥയാണ്. ഇപ്പോഴും അവരിൽ പലരും ജീവിച്ചിരിപ്പുണ്ട്. ഇതൊരു കഥയല്ല. ഞാൻ ഇന്നത്തെ +2 അന്നത്തെ PDC കഴിഞ്ഞ് BSc വേണ്ടി അഡ്മിഷൻ അന്വേഷിക്കുന്ന സമയം, സ്വാഭാവികമായിട്ടും എല്ലാ കാലത്തെ കുട്ടികൾ വായനശാല, നാട്ടിലെ പഞ്ചായത്ത് വായനശാലയിൽ പോവുക പതിവാണ്. ഞാനും അതിനു മുമ്പേ വായനശാല ജീവിയായിരുന്നു. എല്ലാ പുസ്തകങ്ങളും വായിക്കാറുണ്ടായിരുന്നു. അങ്ങനെ വായനശാല പുസ്തകം കൊടുക്കുന്ന ആൾക്കെന്തോ അയാളുടെ അമ്മയ്ക്ക് ആശുപത്രിക്ക് തിരക്കിന് പോയതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. 2-3 ദിവസം ഞാൻ നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ അതിലൊരു ദിവസത്തെ കഥയാണ് ഞാനീ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുസ്തകമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് ആവശ്യമുള്ള പുസ്തകം എടുത്തുകൊണ്ട് ഒരു 7-8 മണിയോടുകൂടി, കറണ്ടില്ലാത്ത കാലമാണ്, 7-8 മണിയോടുകൂടി വീട്ടിലേക്ക് തിരിച്ചു. ഇന്നത്തെ പോലെ ടാറിട്ട റോഡല്ല, പഞ്ചായത്ത് വിട്ടുവഴികളാണ്. ആ വിട്ടു റോഡിൽ കൂടെ പോകുമ്പോൾ ഞാൻ പോകുന്ന റോഡിന് പടിഞ്ഞാറ് വശത്തുള്ള ഒരു മല, ആ മലയുടെ, ഞാൻ പോകുന്ന സൈഡിൽ നിന്നും ആ മലയുടെ കൂടുതൽ ഭാഗവും പാറയാണ്. ഉരുണ്ട പാറകളല്ല, ഉരുണ്ട ഒറ്റ പാറ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ പോയാലും കാണാം. ഇപ്പോൾ പോയാൽ കാണാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഇവിടുത്തെ വാട്ടർ വർക്ക്സ് നിലനിൽക്കുന്നതും. ആ പേരിലാണ് ആ വാട്ടർ വർക്ക്സ് ഇന്ന്, ആ സ്ഥലത്തിൻ്റെ പേരിലാണ് ആ വാട്ടർ വർക്ക്സ് ഇന്ന് അറിയപ്പെടുന്നത്. പേര് പ്രത്യേകമായിട്ട് ഞാൻ ഹിൻഡ് ചെയ്യുന്നില്ല. ആ പാറയുടെ പുറത്തു നിന്നും ഒരു 10,000-ങ്ങളോളം വരുന്ന ആൾക്കാർ, ഇപ്പോൾ ഒരു സ്പിരിറ്റെന്ന് പറയാൻ പറ്റില്ല, 10,000-ങ്ങളോളം വരുന്ന ആൾക്കാർ പന്തവും ചൂട്ടും തീവട്ടി എന്ന് പറഞ്ഞാൽ ഈ കവലയുള്ള പന്തങ്ങൾ ചേർന്ന ഒരു ഉത്സവത്തിനൊക്കെ എടുക്കുന്ന തീവട്ടി, ആയിട്ട് കുറേ ആൾക്കാർ തുള്ളിത്തുള്ളി ഇങ്ങനെ താപ്പോട്ട് ആ പാറയുടെ പുറത്തൂടെ നേരെ കുത്തനെ താപ്പോട്ട് വരും. അത് നോക്കിയപ്പോൾ ഇതൊരിക്കലും മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നതല്ല. മനുഷ്യനെ കൊണ്ടല്ല, ഒരു മൃഗത്തിന് പോലും ആ പാറയുടെ പുറത്തൂടെ കുത്തനെ ഇറങ്ങാൻ പറ്റില്ല. അത്തരമുള്ള ഒരു പാറയുടെ പുറത്തൂടെ ഈ 10,000-ങ്ങൾ വരുന്ന ആൾക്കാർ കൊടിയും ബഹളവും ശബ്ദവും എന്തൊക്കെയോ നമ്മൾ അറിയപ്പെടാത്ത മേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഇറങ്ങി വരുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് എൻ്റെ അന്നത്തെ കാലത്തിനനുസരിച്ച് എനിക്ക് പേടിയായി ഞാൻ വീട്ടിലേക്ക് ഓടി ചെന്നപ്പോൾ അച്ഛനും അമ്മയും പിള്ളേർ ആരൊക്കെയായിരുന്നറിയില്ല, സഹോദരങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്നറിയില്ല. അന്നേരം അവരൊക്കെ ഇത് കണ്ട് നോക്കിക്കൊണ്ട് അമ്പരം നിൽക്കുകയാണ്. അന്ന് ആ പ്രദേശങ്ങളിൽ റബ്ബർ കുറവാണ്. അപ്പോൾ റബ്ബർ കുറവായതുകൊണ്ട് വ്യക്തമായി കാണാം. പിന്നീട് റബ്ബർ വന്നപ്പോൾ അത് അത്ര കാണാൻ പറ്റില്ല. ഇത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ ചെല്ലുന്ന കണ്ടിട്ട് അവർ ഭീതിയിലാണ്.
ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് താപ്പോട്ട് ഇറങ്ങി വരുന്നത് കണ്ടു. താപ്പോട്ട് ഇറങ്ങി വന്നിട്ട് പിന്നെ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഇത് നാട്ടിലെ അന്നേരം പടിഞ്ഞാറോട്ട് ശ്രദ്ധിച്ച് എല്ലാവരും കണ്ടിട്ടുണ്ട്. അത് ഇറങ്ങി വന്നിട്ടൊരു റോഡിൽ ഇറങ്ങി ഒരു LPS, ഇന്നത് LPS സ്കൂൾ റോഡെന്നോ മറ്റോ അതറിയപ്പെടുന്നു. ആ റോഡിലിറങ്ങി LPSൻ്റെ അവിടെ വന്നിട്ട് അത് വീണ്ടും നേരെ അല്പം കിഴക്കോട്ട് വന്നിട്ട് വടക്കോട്ട് മാറി ആറ്റിലിറങ്ങി പിന്നെ ഇതിനെ കണ്ടിട്ടില്ല. അവിടെ അപ്രത്യക്ഷമായി. ഇത് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ 1000-ങ്ങളോ 10,000-ങ്ങളോ അല്ല അതിൽ കൂടുതലുണ്ടായിരുന്നു. ഞാനതൊരു മനുഷ്യരല്ലായിരുന്നു. അത് മനുഷ്യരല്ലെങ്കിൽ പിന്നെ ആരായിരിക്കാം എന്നുള്ളതാണ് അന്ന്. അത് എന്താണെന്ന് എനിക്ക് പിടികിട്ടിയില്ല. ഇപ്പോഴ് ആസ്ട്രൽ ബോഡികളാണ്, അല്ലെങ്കിൽ എക്സ്ട്രാ സെലസ്ട്രി ആയിട്ടുള്ള ഏതോ ബോഡികൾ. അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, പഴയ അമ്പലം പണ്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ പിന്നീട് വരുന്ന ഈ ഡെവലപ്മെൻറ്റ് കണ്ടിട്ട് അവരവിടുന്ന് സ്ഥലം മാറിയതാണെന്ന് ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നു. എനിക്കറിയില്ല. അതായത് അവിടെ നേരത്തെ ക്ഷേത്രം ഉണ്ടായിരുന്നു, ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൽ നിന്നും, അത് കൃഷ്ണക്ഷേത്രം മറ്റോ ആണ്, അന്ന് എനിക്കറിയില്ല അങ്ങനെ ക്ഷേത്രമുള്ള കാര്യം. ഇപ്പോൾ അടുത്ത കാലത്ത് അവിടെ ഈ പുനഃപ്രതിഷ്ഠയൊക്കെ നടത്തിയപ്പോഴാണ് അങ്ങനെ ക്ഷേത്രം അവിടെ ഉള്ളതായിട്ട് അടുത്ത കാലത്ത് ഈ ഒരു വർഷമായുള്ളൂ അങ്ങനെ ക്ഷേത്രം പഴയ കടഞ്ഞു കിടന്ന ഒരു ക്ഷേത്രം അവിടെ ഉള്ളതായിട്ട് ഞാൻ അറിയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണോ ഇനി ആ മലയുമായിട്ട് ബന്ധപ്പെട്ടതാണോ? മലയിൽ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. എന്ത് പ്രത്യേകതകളാണ് അത്? ഈ ഒരു ഉളക്ക, ഒരു ഉരള്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ ആ മലയുടെ മണ്ടയ്ക്ക്. അപ്പോൾ ഇത് പണ്ട് പാണ്ഡവർ, എല്ലാ കഥകളും പാണ്ഡവരുമായിട്ട് ബന്ധപ്പെടുത്തിയാണല്ലോ കേരളത്തിൽ പറഞ്ഞു വരുന്നത്. വന്നപ്പോൾ അവർ കിട്ടിയ നെല്ല് പൊളിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിച്ച ഉരലും ഉളക്കുകയാണെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. ഏതായാലും അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പാറയുടെ മണ്ടയ്ക്ക് ഏറ്റവും മുകളിൽ ഒരു ഒരു കുളമുണ്ട്, ഒരു കുഴി. ആ കുഴിക്കകത്ത് ഒരിക്കലും പറ്റാത്ത വെള്ളമാണ്. അപ്പം ഇങ്ങനെ കുറേ അത്ഭുതങ്ങളുണ്ട് ആ പാറയ്ക്ക്. വേറെയും എനിക്കറിയപ്പെടാത്ത കുറേ അതിശയങ്ങൾ അവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. എനിക്കെല്ലാമൊന്നും അറിയില്ല. ഞാൻ ഈ അന്നത്തെ കാലത്ത് കുറേ ഭീതിയുള്ള കാലമാണ്. ഞാൻ ചെറുപ്പമായതുകൊണ്ട് കുറേ ഭീതിയുള്ള കാലമാണ്. മാത്രമല്ല അത് കാട്ടുപ്രദേശമാണ്. കാടെന്ന് വെച്ചാൽ ആ ഭാഗം അന്ന് ഏതോ NSSൻ്റെയോ മറ്റോ ആണെന്ന് തോന്നുന്നു, ആരുടെയോ ഒരു റബ്ബർ എസ്റ്റേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാട് മൂടി കിടക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഒരു അസ്വസ്ഥതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോയി അന്വേഷിക്കാനോ ഇതൊക്കെയൊന്ന് പോയി കാണാനോ ധൈര്യവുമില്ല, അങ്ങോട്ട് പോയതുമില്ല. ജനങ്ങളാരും പിന്നെ അന്വേഷിച്ചു പോയില്ലേ? ജനങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഈ അമ്പലവുമായിട്ട്, ഏതോ ഒരു അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പോയതെന്ന് ആൾക്കാർ പറഞ്ഞു. അത് പോയി ആറ്റിലിറങ്ങി. പിന്നെ അവർ വെള്ളത്തിൽ ഈ പന്തങ്ങളൊക്കെ കത്തി അണയുന്നത് കാണാമായിരുന്നു എന്ന് വെള്ളത്തിൻ്റെ സൈഡിൽ നിന്നവരൊക്കെ പറയുന്നു. പിന്നെ അതിനെപ്പറ്റി ഒന്നും കാര്യമായിട്ട് ആരും സംസാരിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. ഇന്നിപ്പോൾ അറിയാവുന്നവർ വളരെ കുറവായിരിക്കും ഇത് കണ്ടിട്ടുള്ളവർ. ഇപ്പോൾ അവിടെ താമസക്കാർ പുറത്തുനിന്ന് പുതിയ ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ അവരോട് ചോദിച്ചാൽ അത് അറിയില്ല. പക്ഷെ പഴയ ആൾക്കാരിലും കുറേ പേര് കാണണം അവിടെ. ഇതിപ്പോൾ എത്ര വർഷമായി കാണും? ഇത് 73-ലാണ്, 1973-ലാണ് അന്നാണ് ഈ സംഭവം. ഞാൻ അത് 73 പറയാൻ കാരണം ഞാൻ PDC, അന്നത്തെ പ്രീ ഡിഗ്രി കഴിഞ്ഞ് BSCക്ക് വേണ്ടി അഡ്മിഷൻ സീക്ക് ചെയ്യുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് ആ ഇയർ കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നുണ്ട് ഈ സംഭവം ഉണ്ടായത്. പിന്നെ കുറേ നാളത്തേക്ക് ഞാൻ ഈ ലൈബ്രറിയിൽ പോകുന്ന പരിപാടിയൊക്കെ ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു ഈ പേടിയുണ്ട്. അപ്പോൾ അന്ന് ഞാൻ നന്നായി പേടിയുള്ള ഒരു പയ്യനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പിന്നെ ഞാനങ്ങ് നിർത്തി. പിന്നെ പുസ്തകം എടുക്കാൻ എപ്പോഴും സന്ധ്യയ്ക്ക് മുമ്പ് പോയി തിരിച്ചു പോരുക എന്നുള്ള പരിപാടി വരെ എത്തി. പിന്നീട് അതിനെപ്പറ്റി എപ്പോഴെങ്കിലും അന്വേഷിച്ച് പോയിട്ടുണ്ടോ? ഞാൻ പിന്നെ അന്വേഷിച്ചു ഇല്ല, പോയിട്ടില്ല. ഞാൻ പിന്നെ അവിടെ രണ്ട് വീട്ടുകാരുണ്ട്. അവർ അതിലൊരാളെൻ്റെ ഒരു സുഹൃത്താണ്. ഞാൻ അയാളോട് ചോദിച്ചിട്ടുണ്ട്, അയാളൊന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ അയാൾ കാണാൻ സാധ്യമല്ല. ഈ സൈഡിൽ കൂടെ വരുന്നത് അയാൾ കണ്ടു കാണത്തില്ല. പിന്നെ ഇതിൻ്റെ തൊട്ടടിയിൽ വശത്ത് ഒരു 8 വീട്ടുകാരുണ്ട് ഈ പാറയുടെ അടി വശത്ത്. അവർ അവിടുത്തെ ഭൂപ്രഭുക്കളൊക്കെയാണ്.
അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു ഇതിങ്ങനെ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ അടുത്ത് നിന്ന് കണ്ടു. ഈ ഇങ്ങനെ ആൾക്കാരെ ഒന്നും മനസ്സിലായില്ല. ഈ പന്തവുമായിട്ടും ഈ തീവട്ടിയുമായിട്ട് ഇങ്ങനെ തുള്ളി ചാടി പോകുന്നവരെ കണ്ടു. പക്ഷേ ആരാണെന്നും അറിയത്തില്ല, എന്താണെന്നും അറിയത്തില്ല. ഒരു കുരവയും ഇടുന്നുണ്ട്, അല്ല ആർപ്പുവിളിയും ഉണ്ട്, കുരവയും ഉണ്ട്, അല്ലാത്ത ശബ്ദവും ഉണ്ട്, ചെണ്ടമേളവും ഉണ്ട്. അവർക്ക് പറഞ്ഞറിയാൻ വയ്യാത്ത ശബ്ദമുണ്ട്, ബഹളങ്ങളുണ്ട്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ പേടിച്ച് മുറിക്കകത്തേക്ക് ഓടി എന്നൊക്കെ അവർ പറയുണ്ടായിട്ടുണ്ട്. ഇത് ആസ്ട്രൽ ബോഡികളാണെങ്കിൽ മനുഷ്യനെ എങ്ങനെ കാണാൻ കഴിയും? ആസ്ട്രൽ ബോഡികളാണെങ്കിൽ മനുഷ്യന് ഒരുപക്ഷെ ഒരാൾക്ക് കാണാൻ പറ്റും, പക്ഷേ ഈ ഇത്രയും പേർക്ക് കാണാൻ പറ്റില്ല. ആസ്ട്രൽ ബോഡിയെ ഒരാൾക്കോ അല്ലെങ്കിൽ ആസ്ട്രൽ ലെവലിലോട്ട് ഉയർന്നു നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ, അല്ലെങ്കിൽ 2 പേർക്ക് മാത്രമേ ആസ്ട്രൽ ബോഡിയെ സെൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ആസ്ട്രൽ ബോഡി ആണോ എന്ന് സംശയമാണ്. ആസ്ട്രൽ ബോഡിക്ക് ഉപരിയായിട്ടുള്ള ഏതോ ഒരു ബോഡിയാണ്. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടിയിരിക്കുന്നത് ഏത് ബോഡിയാണ്. ഫിസിക്കൽ ബോഡി അല്ലെന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഈ പന്തമൊക്കെ എടുക്കണമെങ്കിൽ അതൊരു ഫിസിക്കൽ ബോഡിക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ പന്തമുണ്ട്, ഇത്രയും ഒക്കെ മേളവാദ്യങ്ങളുണ്ട്, പിന്നെ ഈ കവട്ടയുള്ള ഈ പന്തക്കുറ്റി എന്ന് പറയുന്ന ആ സാധനങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ഒരു 5 വരി നിരന്നാണ്, 5 വരി വിട്ടിലാണ് അവരിറങ്ങി വരുന്നത്. 5 വരി 6 വരി വിട്ടിലാണ് അവരിറങ്ങി വരുന്നത്. ആ 5 വരി വിട്ടിൽ ഇറങ്ങി വന്നിട്ട് ഞാൻ ഈ പറഞ്ഞ റോഡിലൂടെ ഇറങ്ങി LP സ്കൂൾ ഫ്രണ്ടിലുള്ള റോഡിൽ വന്നിട്ട് മേപ്പോട്ട് വന്ന് ആറ്റിലോട്ട് ഇറങ്ങുകയായിരുന്നു. ആറ്റിലോട്ടിറങ്ങി അവർ അപ്രത്യക്ഷമാകുകയായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ നിന്നിട്ടുള്ള പലരും ഇതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ മലയുടെ തൊട്ട് കിഴക്ക് വശം നിന്ന് ഞങ്ങൾക്ക് മാത്രമേ, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് മാത്രമേ അത് കൂടുതലായിട്ട് കാണാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവരും അതായത് ബിറ്റായിട്ട് കുറേശ്ശെയായിട്ട് പല ഭാഗങ്ങളിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ഇവരേത് ബോഡിയായിരുന്നു എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. പിന്നീട് അത്തരത്തിലുള്ള സംഭവം ഇതേവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല.